ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഏത്തപ്പഴവും തേങ്ങാപ്പാലും കൊണ്ട് തയ്യാറാക്കുന്ന മധുരക്കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മധുരക്കറി നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ പഴുത്ത ഏത്തപ്പഴം 2 എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് തേങ്ങാപ്പാലാണ്. ഒരു മുറി തേങ്ങയുടെ 2 തരത്തിലുള്ള പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 1-ാം പാലും 2-ാം പാലും. ഏത്തപ്പഴം ഞാൻ ഇത്ര കട്ടിക്കാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ 1-ാം പാൽ 1 ഗ്ലാസ് ഉണ്ട്, 2-ാം പാൽ 1 ഗ്ലാസ് ഉണ്ട്, അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത്, ഒരു പാനിലോട്ട് ഞാൻ ഈ 2-ാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2-ാം പാൽ ചേർത്ത് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓണാക്കി അടുപ്പിൽ വെച്ച് കൊടുക്കാം. അതിന് പിന്നെ അടപ്പ് കൊണ്ട് അടച്ച് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ചൂടാവാൻ വേണ്ടി വയ്ക്കുക. ചൂടായതിന് ശേഷം മാത്രം നമുക്ക് പഴം ചേർത്ത് കൊടുക്കാം. പഴം അതിലോട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ദാ ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുന്ന തേങ്ങാപ്പാലിലോട്ട് നമ്മുടെ ഈ പഴം ചേർത്ത് കൊടുക്കാം. പഴം തീരെ നൈസായിട്ട് അരിയരുത്, കുറച്ച് കട്ടിക്ക് തന്നെ അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്ന് ഇതുപോലെ എല്ലാം ഒന്ന് നീക്കി വെച്ച് അടപ്പ് കൊണ്ട് ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ പഴം വെന്ത് കിട്ടുന്നതായിരിക്കും. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി. തീ കൂട്ടരുത്, തേങ്ങാപ്പാൽ വറ്റിപ്പോകും. എന്തായാലും നമ്മുടെ ഏത്തപ്പഴം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ദാണ്ടെ കരണ്ടി കൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഇതാ കണ്ടോ, കട്ടായി വരുന്നുണ്ട്, നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല പച്ച തേങ്ങയുടെ ഒരു തേങ്ങയുടെ പകുതി എടുത്ത് അതിൻ്റെ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 പഴമേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് അരമുറി തേങ്ങയിൽ 1-ാം പാലും 2-ാം പാലും മതിയാകും. അപ്പോൾ നമ്മുടെ 1-ാം പാലും ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 10 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഒന്ന് മധുരം നോക്കിയിട്ട് വീണ്ടും നമുക്ക് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ പഴത്തിലൊക്കെ പിടിക്കുന്ന രീതിയിലുള്ള മധുരം ഉണ്ടെങ്കിലേ അതിന് ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ പഞ്ചസാരയുടെ അളവ് നമുക്ക് നോക്കിയിട്ട് ചേർക്കാം. ഇതിപ്പോൾ ഞാൻ ഈ ചേർത്ത ഒരു 12 ടേബിൾ സ്പൂണോളം ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് അത്രയും മതിയാകും. ഇനി ഞാൻ അടുത്തത് എടുത്തിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ നമ്മുടെ വറുത്ത അരിപ്പൊടിയാണ്. ഇടിയപ്പത്തിനും പുട്ടിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി. അതിലോട്ട് ഞാനൊരു 5 ടേബിൾ സ്പൂൺ ഈ വെള്ളം ചേർത്ത് ഒന്ന് കട്ടയില്ലാതെ കുഴച്ചെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാനാണ്. അങ്ങനെ ഇതുപോലെ കലക്കിയ ഈ മിക്സ് തേങ്ങാപ്പാലിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഇതിലോട്ട് ചേർക്കാനുള്ളത് ഏലക്കാപ്പൊടിയാണ്. അപ്പോൾ ഏലക്ക ഒന്നുകിൽ ചതച്ചെടുക്കുക, പൊടിച്ചതുണ്ടെങ്കിൽ അത്. ഞാൻ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് ഇതെല്ലാം നല്ലതുപോലെ ഇതുപോലെ തിളയ്ക്കുന്ന ആ ഒരു രീതിയായിട്ട് ഒരു 2 മിനിറ്റ് മതിയാകും. എന്നിട്ട് നമുക്കിനി കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. അരിപ്പൊടി ചേർത്തുകൊണ്ട് അരിപ്പൊടി കൂടാൻ പാടില്ല, 1 ടേബിൾ സ്പൂണേ ചേർക്കാവൂ. ഓഫാക്കാം. ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൽ വറുത്തിടാൻ വേണ്ടി നമുക്ക് നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യിൽ നമുക്കിതിനെ ഒന്ന് ചൂടാക്കി ചേർത്ത് കൊടുക്കാം. ഇത് നിർബന്ധമില്ല, പക്ഷേ ഈ നെയ്യും നമ്മുടെ ഈ നട്ട്സും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് നമ്മുടെ മധുരക്കറിക്ക്. ഇത് നമ്മൾ സാധാരണയായി അപ്പം, ഒറട്ടി, ഇടിയപ്പം ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. വേറെ ഒരു കറിയും ഇല്ലാതെ ഈ മധുരക്കറി കൂട്ടിയാണ് നമ്മൾ ഈ പലഹാരങ്ങൾ കഴിക്കുന്നത്, എരിവില്ലാതെ. അപ്പോൾ നല്ല ഒരു ടേസ്റ്റാണ്, നല്ല ഒരു കോമ്പിനേഷനാണ് അപ്പത്തിൻ്റെയും ഒറട്ടിയുടെയും കൂടെയൊക്കെ ഈ മധുരക്കറി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് മിക്ക ആൾക്കാർക്കും അറിയില്ല ഇതുപോലെ ഈ മധുരക്കറി ഇതുപോലെ തയ്യാറാക്കണതും അപ്പത്തിനോട് കൂടിയൊക്കെ ഇത് കഴിക്കുന്ന കാര്യം. അപ്പോൾ അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ചേർത്ത് കഴിച്ചു നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്കിനി ഏത്തപ്പഴത്തിൻ്റെത് ഒന്ന് ചെറിയ രീതിയിൽ ചൂടൊന്ന് മാറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ മറ്റൊരു ബൗളിൽ ആക്കിയതിന് ശേഷമാണ് നമ്മുടെ പഴമൊക്കെ ഏതാണ്ട് നല്ല മധുരമൊക്കെ പിടിച്ചിരിക്കുകയാണ്. കാണാനും നല്ല ഭംഗിയാണ് ഈ പഴം, ഇതിൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ പഴുത്ത പഴം എടുക്കുകയാണെങ്കിൽ കുറേ കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിപ്പോൾ നല്ല പഴുത്ത പഴമായതുകൊണ്ട് ഇതിലോട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെ നല്ല വെന്തങ്ങ് പോകരുത്, ആവശ്യത്തിനുള്ള ആ ഒരു വേഗ്
ഒന്ന് നമ്മൾ കരണ്ടി കൊണ്ട് അമർത്തുമ്പോൾ 2 പീസായി ഇരിക്കുന്ന ആ ഒരു രീതി മതിയാകും. വെന്ത് ഒലിഞ്ഞു പോകാൻ പാടില്ല. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത് ആ നെയ്യോട് കൂടി തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പഴം ചേർത്ത നമ്മുടെ ഏത്തപ്പഴം ചേർത്ത മധുരക്കറി തേങ്ങാപ്പാലിൽ തയ്യാറാക്കിയ നമ്മുടെ ടേസ്റ്റി മധുരക്കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഓണാക്കി ഇടുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.